എൻ്റെ പേര് റീജ വർഗീസ്. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. എനിക്ക് ഭയങ്കരമായി ബ്ലീഡിങ് ആയിരുന്നു. അങ്ങനെ ഞാൻ ബിയാൻസി ചെയ്തു. അതിൻ്റെ ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ എൻഡോമെട്രിയം ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. ഞങ്ങളും എൻ്റെ വീട്ടുകാരും വളരെയധികം വിഷമിച്ചു. അങ്ങനെ എറണാകുളത്ത് ചിറ്റൂർ പള്ളിയിൽ ജോമോൻ ബ്രദർ പ്രാർത്ഥന നടത്തുന്നുണ്ട്. എൻ്റെ മമ്മി ബ്രദറിനെ കണ്ട് പറഞ്ഞു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. ബ്രദർ പറഞ്ഞു, കോട്ടയത്ത് നല്ല ഇടയൻ പള്ളിയിൽ അച്ഛൻ ജനുവരി 3-ന് ആരാധന നടത്തുന്നുണ്ട്. ആ ആരാധനയിൽ വന്ന് പങ്കെടുക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ ആ ആരാധനയിൽ വന്ന് പങ്കെടുക്കുകയും അച്ഛനെ കണ്ട് കാര്യങ്ങൾ പറയുകയും തലയിൽ കൈവച്ച് എനിക്ക് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിന് ഫലമായിട്ട് എനിക്ക് 9-ാം തീയതി ആയിരുന്നു, ജനുവരി 9-നായിരുന്നു അമല ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ പറഞ്ഞിരുന്നത്. അച്ഛൻ പറഞ്ഞു ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. കീമോ എടുക്കരുത് എന്ന് ഞാൻ വളരെ ഞാൻ പ്രാർത്ഥിച്ചു. കീമോ യാതൊരു കാരണവശാലും എനിക്ക് കീമോ എടുക്കാൻ ഇടവരരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു എൻ്റെ ബയോപ്സി റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബയോപ്സി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് അച്ഛൻ എനിക്ക് മൊബൈലിലേക്ക് പ്രാർത്ഥനകൾ സെൻഡ് ചെയ്ത് തന്നിരുന്നു. ആ പ്രാർത്ഥനകളിൽ ഞാൻ ദിവസവും ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ ബയോപ്സി റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കീമോ എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് അവിടുന്ന് അച്ഛൻ പറഞ്ഞു, ഡോക്ടേഴ്സ് പറഞ്ഞു. ആ വിവരം ഞാൻ മമ്മിയെ അറിയിച്ചു. മമ്മി ജോമോൻ ബ്രദറിനോട് പറയുകയും ചെയ്തു. അങ്ങനെ എൻ്റെ ഒരു പ്രിക്കോഷന് വേണ്ടിയിട്ട് റേഡിയേഷൻ എടുക്കാം എന്ന് പറഞ്ഞു. റേഡിയേഷനും എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് പൂർണ്ണ സൗഖ്യമായി, യാതൊരു കുഴപ്പവുമില്ല. അതിനുശേഷം 2 പ്രാവശ്യം ഞാൻ ഡോക്ടറെ പോയി കണ്ട് ചെക്കപ്പ് ചെയ്തു. ഒരു കുഴപ്പവുമില്ല, ക്യാൻസറിൻ്റെ യാതൊരു ലക്ഷണവും ഒന്നുമില്ല എന്ന് പറഞ്ഞു. പൂർണ്ണ സൗഖ്യം കിട്ടി. അത് ആവലായിൽ അച്ഛൻ്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാനും എൻ്റെ കുടുംബം വിശ്വസിക്കുന്നു. ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നിരുന്നു. ഞാൻ ഇന്നലെ കോട്ടയത്ത് നിന്ന് വന്നതാണ് ഈ സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ട്. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. റിജ എന്നാണ് മകളുടെ പേര്. എൻഡോമെട്രിയം ക്യാൻസർ ആണ്, അതായത് യൂട്രസും ഒക്കെ ഉള്ള ക്യാൻസറാണ് എന്ന് സ്ഥിരീകരിച്ചതാണ്. അതിനുശേഷമാണ് കോട്ടയത്ത് ജനുവരി മാസത്തിൽ നടന്ന ധ്യാനത്തിൽ സഹോദരി വന്ന് പ്രാർത്ഥിച്ചത്. അതിനുശേഷം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും പരിശോധിക്കുമ്പോൾ ആ ക്യാൻസർ ഇല്ല, നിങ്ങൾക്ക് റേഡിയേഷനും കീമോയും ഒന്നും ചെയ്യണ്ട എന്ന റിപ്പോർട്ട് ലഭിക്കുകയും പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ